ലോകമെമ്പാടുമുള്ള എല്ലാ വേൾഡ് വൈഡ് ടെലിവിഷൻ പ്രേക്ഷകർക്കും വചനപ്രഭയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷ ആരംഭിക്കാം. സ്നേഹനദിയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, അവിടുത്തെ പാദപീഠത്തിലേക്ക് അടിയങ്ങൾ അടുത്ത് വരുന്ന കർത്താവേ, സ്വർഗം അവിടുത്തെ സിംഹാസനവും ഭൂമി അങ്ങയുടെ പാദപീഠവുമാകുന്നു. അടിയങ്ങൾ അങ്ങയുടെ മക്കളാകുന്നു ദൈവമേ. അവിടുത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങൾക്ക് ജീവനും ചൈതന്യവും പകരുവാൻ തക്കവണ്ണം മുഖാന്തരമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെയും അങ്ങയുടെ തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. അങ്ങയുടെ തിരുവചനം പ്രാഗൽഭ്യത്തോടെ സംസാരിപ്പാൻ തക്കവണ്ണം ദൈവമേ, അവിടുന്ന് ആവശ്യമായ സ്വർഗീയ കൃപകൾ അടിയൻ്റെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ ആദരത്തോടുകൂടെ പരിശുദ്ധാത്മാവെ അവിടെ നിന്നിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പുണ്യനാമം മാത്രം അതിലൂടെ മഹത്വപ്പെടണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. അല്പസമയം നിങ്ങളോട് ചിന്തിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൻ്റെ 22, 23, 24 വാക്യങ്ങൾ. The book of Genesis chapter 49 verse 22, 23 and 24. യോസഫ് ഫലപ്രദമായൊരു വൃക്ഷം നീരുറവയ്ക്കരികെ ഫലപ്രദമായൊരു വൃക്ഷം ഫലപ്രദമായ ഒരു വൃക്ഷം തന്നെ അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു. അവർ എയ്തു അവനോട് പൊരുതി അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു. അവന്റെ ഭുജം യാക്കോബിന്റെ വല്ലഭന്റെ കയ്യാൽ ബലപ്പെട്ടു. ഇസ്രായേലിന്റെ പാറയായ ഇടയന്റെ നാമത്താൽ തന്നെ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഒരു ദൈവപൈതലിൻ്റെ ജീവിതമെന്ന് പറയുന്നത് ദൈവത്തിനു വേണ്ടി ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി തീരണം. ദൈവം എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഫലങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവമാണ്. ഇവിടെ ഒരു വ്യക്തിയെക്കുറിച്ച് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, യോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷമാകുന്നു. ദൈവത്തിന് യോസഫിനെ കുറിച്ച് പറയുവാനുള്ളത്, അവൻ ഫലപ്രദമായ ഒരു വൃക്ഷമാണ്. നിറഞ്ഞ ഫലങ്ങളുമായി നിൽക്കുന്ന ഒരു വൃക്ഷത്തോട് യോസഫിനെ ദൈവം ഉപമിക്കുകയാണ്. യോസഫ് എന്ന് പറയുന്നത് ഒരു വൃക്ഷമല്ല എന്ന് നമുക്കറിയാം. പക്ഷേ നമുക്കെല്ലാവർക്കും മനസ്സിലാകത്തക്ക വിധത്തിൽ ഫലങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു വൃക്ഷമായി യോസഫിനെ ഉപമിക്കുമ്പോൾ ഈ ഭൂമിയിലുള്ള അവൻ്റെ ജീവിതം ദൈവത്തിനു വേണ്ടി ഫലങ്ങൾ പുറപ്പെടുവിച്ചവനായിരുന്നു യോസഫ്. നമ്മളെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് ഇതുതന്നെയാണ്. ദൈവം ഈ ഭൂമിയിൽ നമുക്ക് ഒരു ജീവിതം തന്നിരിക്കുമ്പോൾ ദൈവത്തിന് നമ്മെക്കുറിച്ച് ചില പദ്ധതികളുണ്ട്. ഓരോ വ്യക്തികളെക്കുറിച്ചും ദൈവത്തിന് വ്യക്തമായ പദ്ധതിയും പ്ലാനുമുണ്ട്. അതിനനുസരിച്ചാണ് ദൈവം എന്നെയും നിങ്ങളെയും ഓരോ സാഹചര്യങ്ങളിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് ഫലങ്ങൾ ഉണ്ടാകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷെ ഞാനും നിങ്ങളും പലപ്പോഴും അത് തിരിച്ചാണ് ചിന്തിക്കുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ചില ആവശ്യങ്ങൾ ദൈവത്തിൽ നിന്ന് ലഭിക്കണമെന്നുള്ള ആഗ്രഹമാണ് നമുക്ക് പലപ്പോഴും ഉള്ളത്. നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനുപരിയായി പരമപ്രധാനമായി നമ്മുടെ ഹൃദയത്തിന് കൊടുക്കേണ്ട സ്ഥാനം ദൈവത്തിനു വേണ്ടി ഫലങ്ങൾ പുറപ്പെടുവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് യോസഫിനെ കുറിച്ച് പറയുന്നത് അവൻ ഫലപ്രദമായൊരു വൃക്ഷമാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം
13-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ അവിടെ ഫലങ്ങളില്ലാത്ത ഒരു വൃക്ഷത്തെ കർത്താവ് നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരുവന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷമുണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞുവെങ്കിലും ഒന്നും കാണുന്നില്ല. അപ്പോൾ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരിക്കുന്ന ഒരു അത്തിവൃക്ഷം ഫലങ്ങളുണ്ടാകുവാൻ തക്കവണ്ണം ഏറ്റവും വലിയ സംരക്ഷണം ലഭിച്ചുകൊണ്ട് മുന്തിരിത്തോട്ടത്തിൻ്റെ നടുവിലാണ് നട്ടിരിക്കുന്നത്. അത്തിവൃക്ഷം മുന്തിരിത്തോട്ടത്തിലല്ല നടേണ്ടത്, അത് വഴിയോരത്ത് നടേണ്ട ഒരു വൃക്ഷമാണ്. പക്ഷേ ഫലങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് അതിന് വേണ്ട എല്ലാ പരിചരണങ്ങളും ലഭിപ്പാൻ തക്കവണ്ണം അത് മുന്തിരിത്തോട്ടത്തിൻ്റെ നടുവിലാണ് നട്ടിരിക്കുന്നത്. പക്ഷേ അതിൽ ഫലമൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതമാണ് കർത്താവ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മെ ഓരോ സ്ഥാനങ്ങളിൽ, മുന്തിരിത്തോട്ടമാകുന്ന ഓരോ സ്ഥാനങ്ങളിൽ ദൈവം നട്ടിരിക്കുകയാണ്. ഫലം പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം മുന്തിരിത്തോട്ടത്തിൽ അതിന് വേലി കെട്ടി അതിനാവശ്യമായ വളവും എല്ലാ കാര്യങ്ങളും ദൈവം കൊടുത്ത് മുന്തിരിവള്ളിക്ക് ലഭിക്കേണ്ട എല്ലാ സംരക്ഷണവും ലഭിച്ചുകൊണ്ട് മുന്തിരിത്തോട്ടത്തിൻ്റെ നടുവിൽ അവൻ നട്ടിരിക്കുന്നെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നിന്നും പ്രതികൂലങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നൊക്കെയും ദൈവം നമ്മളെ വേലി കെട്ടി സംരക്ഷിച്ച് അതിൽ നിന്നൊക്കെയും നമുക്ക് ദൈവം സംരക്ഷണം നൽകി ആയുസ്സും ആരോഗ്യവും ദൈവം നൽകി ഫലമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ നട്ടിരിക്കുന്ന ഒരു അത്തിവൃക്ഷമാണ് ഞാനും നിങ്ങളും ഓരോരുത്തരും. ദൈവത്തിൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഫലമുണ്ടാകുമെന്നാണ്. പക്ഷെ ഫലം തിരഞ്ഞ് വരുമ്പോൾ ഈ അത്തിവൃക്ഷത്തിൽ ഫലം ഒന്നും കാണുന്നില്ല. അപ്പോൾ ഫലമില്ലാത്ത ഒരു അത്തിവൃക്ഷം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ അവിടെ മറ്റൊരു മുന്തിരി ചെടിയെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ഞാൻ എന്റെ പ്രിയതമന് എന്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് എന്റെ പ്രിയന്റെ പാട്ട് പാടും. എന്റെ പ്രിയതമന് ഏറ്റവും ഫലസമൃദ്ധിയുള്ള ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കി കളഞ്ഞു. അതിലേറ്റവും വിശിഷ്ടമായ മുന്തിരിവള്ളി നട്ടു. നടുവിലൊരു ഗോപുരവും പണിതു. ഒരു മുന്തിരിച്ചക്കും അതിലുണ്ടാക്കി മുന്തിരിങ്ങ കായ്ക്കുന്നതിനായി അവൻ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. ഒരു വലിയ മുന്തിരിത്തോട്ടത്തിൽ, ഏറ്റവും നല്ല മുന്തിരിത്തോട്ടത്തിൽ ഒരു മുന്തിരിച്ചെടി നട്ട് അതിന് വേലി കെട്ടി അതിലെ കല്ലുകൾ പെറുക്കിക്കളഞ്ഞ് അതിന് വളമിട്ട് ആ തോട്ടത്തിൻ്റെ നടുവിൽ വലിയ ഒരു മുന്തിരിച്ചക്കും. കാരണം എന്തിനു വേണ്ടിയാ ഗോപുരം പണിതത്? ശത്രുക്കൾ വന്ന് അതിനെ ആക്രമിക്കാതിരിപ്പാന്നൊക്കെയാണ് ഗോപുരം പണിത് വലിയൊരു മുന്തിരിച്ചക്കുമുണ്ടാക്കി. കാരണം മുന്തിരി ഫലമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അതെല്ലാം ചെയ്ത് അവൻ ഫലത്തിനു വേണ്ടി കാത്തിരുന്ന ഒരു കൃഷിക്കാരൻ. പക്ഷെ അവിടെ ഫലം കായ്ച്ചു. പക്ഷെ എന്ത് ഫലമായിരുന്നു കായ്ച്ചത്? കാട്ടുമുന്തിരിയാണ് കായ്ച്ചത്. യഥാർത്ഥമായ ഫലമല്ല, മധുരമുള്ള മുന്തിരി അല്ല കായ്ച്ചത്, കയ്പുള്ള കാട്ടുമുന്തിരിയാണ് ആ മുന്തിരി ചെടിയിൽ ഉണ്ടായത്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഫലമില്ലാത്ത അത്തിവൃക്ഷം കാണുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഫലമുണ്ട്, പക്ഷേ അത് കാട്ടുമുന്തിരിയാണ്. ചീത്ത ഫലം പുറപ്പെടുവിച്ച മുന്തിരിച്ചെടിയെ കാണുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ യോസഫിനെ കുറിച്ച് ദൈവം പറയുന്നു, അവൻ ഫലപ്രദമായ ഒരു വൃക്ഷം എന്ന് പറയുന്നു. അപ്പോൾ 3 തരത്തിലുള്ള വൃക്ഷത്തെ നമുക്കിവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. 1 ഫലമുള്ളത്, 2 ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത്, 3 ഫലമില്ലാത്തത്. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതം എങ്ങനെയുള്ളതാണ് എന്ന് ഈ രാത്രി ഒന്ന് പരിശോധിക്കണം. ദൈവവചനം കേൾക്കുമ്പോൾ സ്വയമായി പരിശോധിച്ചാൽ മതി. മറ്റാരോടും അതിന് മാർക്കിടേണ്ട കാര്യമില്ല, ആരും അതിന് മാർക്കിടേണ്ടേയും ആവശ്യമില്ല. അവനവൻ തന്നെ ദൈവവചനം കേൾക്കുമ്പോൾ ദൈവവചനമാകുന്ന കണ്ണാടിയിലൂടെ നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് നോക്കി കാണണം.
ഞാനും നിങ്ങളും കണ്ണാടിയിലൂടെ നോക്കി നമ്മുടെ ശരീരത്തെ, നമ്മുടെ സൗന്ദര്യത്തെ ഒക്കെ നോക്കുന്നവരാണ്. അപ്പോൾ ദൈവവചനമാകുന്ന കണ്ണാടിയിലൂടെ ഈ രാത്രി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ ഒന്ന് നോക്കിക്കാണണം. അപ്പോൾ കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ ചീത്ത ഫലങ്ങളുള്ള അത്തിവൃക്ഷമാണോ, അതെയോ ഫലമില്ലാത്തതാണോ, അതെയോ ഫലപ്രദമായ ഫലമുള്ള വൃക്ഷമാണോ എന്ന് സ്വയം പരിശോധിക്കണം. ഇവിടെ ജോസഫിനെ സംബന്ധിച്ച് അവൻ ഫലപ്രദമായ വൃക്ഷം ആകുവാൻ അനുകൂലമായ സാഹചര്യങ്ങൾ എന്തായിരുന്നു, പ്രതികൂലമായത് എന്തായിരുന്നു? അധികവും അവന് പ്രതികൂലമായിരുന്നു. എന്തായിരുന്നു അവിടെ? നീരുറവയ്ക്കരികെ ഫലപ്രദമായ വൃക്ഷം തന്നെ അതിന്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു എന്ന് പറയുമ്പോൾ ഈ വൃക്ഷത്തിന് വളരുവാൻ തക്കവണ്ണം അവിടെ തടസ്സമായി നിൽക്കുന്നത് മതിലുകളാണ്. ഈ മതില് കാരണം ഈ വൃക്ഷത്തിന് വളർന്നു വരുവാൻ കഴിയുന്നില്ല. ഈ വൃക്ഷം ഉള്ളപ്പോഴേ തന്നെ മതിലുണ്ട്. അന്ന് മതിലിന് നല്ല പൊക്കമാണ്, പക്ഷെ വൃക്ഷം ചെറുതാണ്. വൃക്ഷം ഓരോ ദിവസവും വളർന്നു വരുമ്പോഴും ഉപവസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാനും നിങ്ങളും പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ തടസ്സങ്ങൾ, നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകൾ മാറുന്നില്ല. അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ചില മതിലുകൾ മാറുകയില്ല. എത്ര പ്രാർത്ഥിച്ചാലും എത്ര ഉപവസിച്ചാലും ചില മതിലുകൾ മാറുകയില്ല എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയണം. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മെ നശിപ്പിക്കുവാൻ തക്കവണ്ണമല്ല ദൈവം ആ മതിലിനെ നിർത്തിയിരിക്കുന്നത്. അവിടെ ജോസഫിനെ കുറിച്ച് പറയുന്നു, അതിൻ്റെ കൊമ്പുകൾ ആ മതിലിന്മേൽ പടരുന്നു എന്ന് പറയുമ്പോൾ ജോസഫാകുന്ന വൃക്ഷത്തെ ആ മതിലിൻ്റെ മുകളിലോളം വളരുവാൻ തക്കവണ്ണം ദൈവം അവനെ ശക്തീകരിച്ചു. ആ മതിലിനെ മാറ്റിക്കളയുകയല്ല ചെയ്ത, പിന്നെയോ ആ മതിലിൻ്റെ മുകളിന്മേൽ വളർന്ന് പന്തലിക്കുവാൻ തക്കവണ്ണം ദൈവം ജോസഫിനെ സഹായിച്ചു. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചില മതിലുകൾ ഉണ്ടാകും. അവിടെ ഞാനും നിങ്ങളും ഭാരപ്പെടരുത്. എത്ര പ്രാർത്ഥിച്ചിട്ടും ആ മതിലുകൾ മാറാതെ വരുമ്പോൾ നാം ദൈവത്തിൽ നിന്ന് മാറിപ്പോവുകയല്ല, ദൈവത്തിൽ അവിശ്വസിക്കുകയല്ല ചെയ്യേണ്ടത്. പിന്നെയോ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് വിശ്വസിക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിലുള്ള ഈ മതില് ദൈവം അനുവദിച്ചിട്ടാണ്. ഞാൻ പ്രാർത്ഥിച്ചിട്ടും ആ മതിൽ മാറുന്നില്ല എങ്കിൽ അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവത്തിന് അതിനെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. യോസഫിൻ്റെ മുമ്പിലുള്ള മതിലിനെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. ജോസഫിനെ ആ മതിലിൻ്റെ മുകളിലോളം വളർത്തുവാൻ തക്കവണ്ണമായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി. അപ്പോൾ മതിൽ അവിടുന്ന് മാറിപ്പോയില്ല, പിന്നെയോ ജോസഫ് വളർന്നുകൊണ്ടേയിരുന്നു. ദൈവത്തിൻ്റെ ജനമേ, ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ നോക്കി ഭയപ്പെട്ടു പോവരുത്. ജീവിതത്തിൽ ഉണ്ടാകുന്ന മതിലുകളെ നോക്കി കരയുകയല്ല ചെയ്യേണ്ടത്, പിന്നെയോ ദൈവത്തിങ്കിലേക്ക് മുഖമുയർത്തണം. മതിലിലേക്കല്ല നാം മുഖം നോക്കേണ്ടത്, നമ്മുടെ കണ്ണുകൾ ഉയരത്തിലേക്ക് ഉയർത്തിക്കൊള്ളണം. അപ്പോൾ ആ മതിലിൻ്റെ മേൽ വളരുവാൻ തക്കവണ്ണം നിന്റെ കൊമ്പുകളെ ദൈവം ശക്തീകരിക്കും. ആ വൃക്ഷം വളർന്ന് പന്തലിച്ച് കഴിയുമ്പോൾ പിന്നെ ആ മതിൽ കാണുകയില്ല. കാരണം അതിൻ്റെ കൊമ്പുകൾ ആ മതിലിൻ്റെ മേലാണ്. പിന്നെ ആളുകൾ നോക്കുമ്പോൾ കാണുന്നത് ആ വൃക്ഷത്തെ മാത്രമാണ്. നേരത്തെയോ മതിലായിരുന്നു കാണുന്നത്. ആ വൃക്ഷത്തിന് തടസ്സമായി നിന്ന് മതിലായിരുന്നു, ആർക്കും കാണുവാൻ കഴിഞ്ഞില്ല. ജോസഫിൻ്റെ ജീവിതം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. അവൻ കടന്നുപോയ കഷ്ടതകൾ നമുക്കറിയാം. അവൻ്റെ ജീവിതത്തിലെ കഷ്ടതകളൊക്കെയും ദൈവീക പദ്ധതികളായിരുന്നു. മുന്നോട്ടുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ അവൻ സഹോദരന്മാരോട് പറയുന്നത്, നിങ്ങൾ എനിക്ക് തിന്മയായിട്ട് ചെയ്തു, പക്ഷേ ആ തിന്മയോ ദൈവം എനിക്ക് നന്മയാക്കി തീർത്തു എന്നാണ് ജോസഫ് പറയുന്നത്. സഹോദരന്മാർ പൊട്ടക്കിണറ്റിലിട്ടു. അവിടെ അവനെ മറ്റുള്ളവർക്ക് വിറ്റു. ജീവിതത്തിൽ അനവധി കഷ്ടതകൾ കടന്നു വന്നു. പക്ഷെ ജോസഫ് പറയുന്നു, നിങ്ങൾ എനിക്ക് തിന്മയായിട്ട് ചെയ്തു,
പക്ഷെ ദൈവം അത് നന്മയാക്കി തീർത്തു. റോമർ 8:28 ദൈവത്തിന്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവന്റെ ഉദ്ദേശമനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകല കാര്യങ്ങളും അവൻ നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കുന്നു. സകല കാര്യങ്ങളും, ജീവിതത്തിലുണ്ടാകുന്ന സകല കാര്യങ്ങളെയും നന്മയ്ക്കാക്കി തീർക്കുവാൻ ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. ഇത് വിശ്വസിക്കണം. യോസേഫിന്റെ ജീവിതത്തിൽ സകലതും തിന്മയായിരുന്നു, പക്ഷെ അത് മുഴുവൻ നന്മയ്ക്കായിട്ട് തീർത്തു ദൈവം. ദൈവത്തിൻ്റെ ജനമേ, ഞാനും നിങ്ങളും ജീവിതത്തിൻ്റെ ചില ഭാരങ്ങളിലൊക്കെയും പകച്ചു പോകുന്നവരാണ്. ഞാനും നിങ്ങളും എന്തു ചെയ്യണമെന്നറിയാതെ ആകുലപ്പെടുന്നവരാണ്. ജീവിതത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഞാനും നിങ്ങളും ഭയപ്പെട്ടു പോകരുത്. നമ്മുടെ മുമ്പിലുള്ള മതിലുകളെ കണ്ട് ഭയപ്പെടരുത്. ആ മതിലുകൾ പ്രാർത്ഥിച്ചിട്ടും മാറുന്നില്ല എങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി കാത്തിരിക്കണം. അവിടെ പിന്നെയോ അതിൻ്റെ അടുത്ത വാക്യം പറയുന്നു, വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, അവർ എയ്തോ അവനോട് പൊരുതി. അതെ, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമുക്കോട് പൊരുതും, നമുക്കെതിരെ കള്ളപ്രചാരങ്ങൾ നടത്തും, നമുക്ക് വേദന ഉളവാക്കുന്ന കുത്തുവാക്കുകൾ നമ്മുടെ സഹോദരങ്ങളിൽ നിന്നും ബന്ധുമിത്രാദികളിൽ നിന്നൊക്കെയും കേൾക്കും. നീ പ്രാർത്ഥിച്ചിട്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്തുകൊണ്ടാണ് എന്ന് ചോദ്യങ്ങളുണ്ടാകും. നീ ദൈവത്തിൻ്റെ കൃപയിലായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ എന്നുള്ള അസ്ത്രങ്ങൾ നമ്മുടെ നേരെ പാഞ്ഞു വരും. അവിടെ ഞാനും നിങ്ങളും ഭയപ്പെട്ടു പോകരുത്. ഇവിടെ വില്ലാളികൾ അവനെ വിഷമിച്ചു, അവനെതിരെ എയ്തു എന്ന് പറയുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള അമ്പ് പോലെയുള്ള കൂർത്ത വാക്കുകൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചിലപ്പോൾ കേൾക്കേണ്ടതായിട്ട് വരും. അത് ഹൃദയം തുളച്ചിറങ്ങി അതികഠിനമായ വേദനകളിലൂടെ കടന്നു പോകും. ഭാരപ്പെടരുത്. ദൈവമറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഇങ്ങനെയുള്ള അമ്പുകൾ ചെയ്യുമ്പോഴും വിശ്വസിക്കണം, ദൈവം അനുവദിച്ചിട്ടാണ് അതൊക്കെ സംഭവിക്കുന്നത്. നമ്മെ വിശ്വാസത്തിൽ വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണം നമ്മുടെ മുമ്പിലുള്ള മതിലിൻ്റെ മേൽ നാം വളർന്നു പന്തലിക്കുവാൻ തക്കവണ്ണം ദൈവിക പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് ദൈവം ഇതൊക്കെയും ചെയ്യുന്നത്. ഇവിടെ യോസേഫിനെ സംബന്ധിച്ച് അവിടെയൊക്കെയും അവൻ ഉറപ്പോടെ നിന്നു. അവന്റെ വില്ല ഉറപ്പോടെ നിന്നു. അവന്റെ ഭുജം യാക്കോബിന്റെ വല്ലഭന്റെ കയ്യാൽ ബലപ്പെട്ടു. ഇസ്രായേലിന്റെ പാറയായ ഇടയന്റെ നാമത്താൽ തന്നെ. അവന്റെ യാക്കോബിന്റെ വല്ലഭന്റെ ബലം എന്ന് പറയുമ്പോൾ അവൻ ദൈവത്തില് വിശ്വസിച്ചു. ഈ വൃക്ഷം എവിടെയാണ് നിന്നിരുന്നത് എന്ന് പറയുന്നുണ്ട്. നീരുറവയ്ക്കരികെയാണ് ഈ വൃക്ഷം നിന്നിരുന്നത്. അവന്റെ മുമ്പിൽ മതിലുകളും അസ്ത്രങ്ങളും വില്ലാളികളും ഒക്കെയും ഉണ്ടായിരുന്നു. പക്ഷേ ആ വൃക്ഷത്തിന്റെ ചുവട് എന്ന് പറയുന്നത് നീരുറവയ്ക്കരികയായിരുന്നു. പരിശുദ്ധാത്മാവാവുന്ന ജീവജലത്തിന്റെ അരികിലായിരുന്നു ഈ വൃക്ഷം നിന്നിരുന്നത്. ഈ വൃക്ഷം വളർന്ന് പന്തലിപ്പാൻ തക്കവണ്ണം കാരണമായി തീർന്നത് അതിൻ്റെ ചുവട്, അതിൻ്റെ വേരുകൾ പരിശുദ്ധാത്മാവാകുന്ന ജീവജലത്തിൻ്റെ അരികെയായിരുന്നു. അപ്പോൾ നീരുറവയ്ക്കരികെ നിന്ന വൃക്ഷമെന്ന് പറയുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലായിരിക്കണം. കഷ്ടങ്ങളുണ്ട്, വേദനകളുണ്ട്, ദുഃഖങ്ങളുണ്ട്, ഒറ്റപ്പെടലുകളുണ്ടാകാം, സമൂഹത്തിൽ നിന്ദിക്കപ്പെടുന്ന അവസ്ഥകളുണ്ടാകാം, എല്ലാവരും കൈയൊഴിയുന്ന ജീവിത സാഹചര്യങ്ങൾ കടന്നു വരാം. പക്ഷെ നാം നിൽക്കേണ്ടത് എവിടെയാണ്? നീരുറവയ്ക്കരികയായിരിക്കണം. 18-ാം സങ്കീർത്തനത്തിന്റെ 29-ാം വാക്യത്തിൽ നമുക്ക് അവിടെ സങ്കീർത്തനക്കാരൻ നമ്മെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിനു നേരെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും.
അപ്പോൾ മതിൽ ദൈവം മാറ്റുകയല്ല ചെയ്തത്, പിന്നെയോ ആ മതിലിൻ്റെ മുകളിലൂടെ ചാടിക്കിടക്കുവാനുള്ള ശക്തി ദൈവം അവന് പകർന്നു കൊടുത്തു. ദൈവത്തിൻ്റെ ജനമേ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ പ്രകാരമുള്ള ചില മതിലുകൾ ഉണ്ടാകും. ആ മതിലുകൾ പ്രാർത്ഥിച്ചിട്ടും മാറുന്നില്ല എങ്കിൽ ദൈവത്തിൽ അവിശ്വസിക്കേണ്ട ആവശ്യമില്ല. ആ മതിലിനെ ചാടിക്കടക്കുവാൻ തക്കവണ്ണം ദൈവം എന്നെയും നിങ്ങളെയും അഭ്യസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ മതിലിന്മേൽ വളർന്ന് പന്തിരിപ്പാൻ തക്കവണ്ണം ദൈവം എന്നെയും നിങ്ങളെയും വളർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള സത്യം ഞാനും നിങ്ങളും തിരിച്ചറിയണം. ജോസഫ് ഒരു ഫലപ്രദമായ വൃക്ഷമായിരുന്നു. എൻ്റെയും നിങ്ങളുടെയും ജീവിതം ദൈവത്തിന് പ്രയോജനകരമായി തീരണം. നമ്മളിൽ നിന്ന് ഫലങ്ങളുണ്ടാകണം. നിറഞ്ഞ ഫലങ്ങളോടുകൂടിയ ഒരു വൃക്ഷമായി തീരണമെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടണം. നമ്മുടെ ജീവിതത്തിൽ തരുന്ന അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ദുഃഖങ്ങളും കഷ്ടങ്ങളും അത് മറ്റുള്ളവർക്ക് ആശ്വാസം പകർന്നു കൊടുക്കുവാനാണ്. ഒരു കഷ്ടത നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആ കഷ്ടതയുടെ നടുവിലൂടെ ദൈവം നമ്മെ സമാധാനത്തോടെ വഴി നടത്തുമ്പോൾ ഒരു കാര്യം ഓർക്കണം, അനേകർക്ക് ആശ്വാസം പകരുവാനാണ് ദൈവം എന്നെയും നിങ്ങളെയും ആ കഷ്ടതയുടെ താഴ്വരയിലൂടെ കടത്തിവിടുന്നത്. 2024 മാർച്ച് മാസം 13-ാം തീയതി എൻ്റെ ജീവിതത്തിൽ അതികഠിനമായ ഒരു ശോധനയിലൂടെ ഞാൻ കടന്നുപോയി. 21 വയസ്സുള്ള എൻ്റെ ആദ്യജാതനായ മകൻ ഒരപകടത്തിൽപ്പെട്ട് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. താങ്ങുവാൻ കഴിഞ്ഞില്ല. ഹൃദയം കലങ്ങിയ ജീവിത അനുഭവത്തിലൂടെ കടന്നുപോയി. ചോദ്യങ്ങളുണ്ടായി, ചോദ്യശരങ്ങളുണ്ടായി. വില്ലന്മാരൊക്കെയും ചോദ്യങ്ങൾ ഉന്നയിച്ചു. പക്ഷേ എൻ്റെ സർവശക്തനായ ദൈവം, ഇന്ന് ഞാൻ വീണു പോകാതെ ദൈവം എന്നെ നിലനിർത്തിയിരിക്കുന്നു. ആ മതിൽ മാറിപ്പോയില്ല, പക്ഷേ ആ മതിലിനെ അതിജീവിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ദിവ്യമായ സമാധാനം ദൈവം എന്നിൽ നിറച്ചു. ദൈവത്തിൻ്റെ ജനമേ, പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ടാകും. തളർന്നു പോകരുത്. ജോസഫിൻ്റെ ജീവിതം നിങ്ങൾ മാതൃകയാക്കണം. അവനെല്ലാം പ്രതികൂലമായിരുന്നു, പക്ഷെ അവൻ അനുകൂലമായിരുന്ന ഒരേ ഒരു കാര്യം, അവൻ നീരുറവയ്ക്കരികയായിരുന്നു നിന്നിരുന്നത്. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും, ആരൊക്കെ തള്ളിക്കളഞ്ഞാലും, എത്ര വലിയ കഷ്ടതകൾ കടന്നു വന്നാലും ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിക്കണം. എല്ലാ തിന്മയും നന്മയാക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് കഴിയും. അത് ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ഒരുപക്ഷെ പ്രതിയോഗിയായി പിശാചായിരിക്കാം ജീവിതത്തിലെ പരീക്ഷകൾ കൊണ്ടുവരുന്നത്. ഇയ്യോബിന്റെ ജീവിതം നമുക്കറിയാം. പക്ഷേ ആ പരീക്ഷയും അതിജീവിപ്പാൻ തക്കവണ്ണം ദൈവത്തിന് കഴിയും. ദൈവത്തിന് അതിനുള്ള ശക്തി എന്നെയും നിങ്ങളുടെ മേൽ പകരുവാൻ കഴിയും. ഏതു തിന്മയും നന്മയാക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവമാണ് നമ്മുടെ രക്ഷകൻ. യേശു നമ്മുടെ രക്ഷകനാണ്. അവൻ സർവശക്തനാണ്. അവൻ സകലത്തെയും നിയന്ത്രിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തെ നിങ്ങൾ ശരണം പ്രാപിക്കണം. ആ ദൈവം നമ്മുടെ രക്ഷയും നമ്മുടെ സങ്കേതവും നമ്മുടെ ബലവുമായി തീരണം. ആ പ്രകാരം ജോസഫിനെ പോലെ ഫലപ്രദമായ വൃക്ഷമായി തീരുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പിലുള്ള മതിലുകളെ അതിജീവിച്ചുകൊണ്ട് ആ മതിലിനെ ചാടിക്കിടക്കുവാൻ ആവശ്യമായ സ്വർഗീയ കൃപകൾ പ്രാപിച്ച് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും ഒരുപോലെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമുക്ക് ദൈവസ്ഥാനത്തിൽ നമ്മുടെ തലകളെ വണങ്ങാം. സ്നേഹനിധിയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, ജോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷമെന്ന ദൈവമേ, അവിടുത്തെ തിരുവചനത്തിലൂടെ രാത്രി ഞങ്ങളെ കേൾപ്പിച്ചുവല്ലോ കർത്താവേ. ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങേക്ക് പ്രയോജനമുള്ള ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വൃക്ഷങ്ങളായിട്ട് ഞങ്ങൾ ഓരോരുത്തരും ശോഭിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവേ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മുമ്പിലുള്ള മതിലുകളെ ചാടിക്കിടക്കുവാൻ തക്കവണ്ണമുള്ള ആ വലിയ ശക്തി ഞങ്ങളുടെ മേൽ ദൈവമേ പകർന്നു തരണമേ.
ഇന്ന് വചനം കേട്ട ഓരോരുത്തരെയും ദൈവമേ സങ്കടത്തോടും ഭാരത്തോടും കൂടി അവരുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ ആ മതിലുകളെ കണ്ടുകൊണ്ട് ഭയപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ ദൈവമേ അവരുടെ മേൽ സ്വർഗീയ ശക്തി പകർന്നു കൊടുത്ത് കർത്താവേ, ഹല്ലേലൂയ കർത്താവേ, അങ്ങയുടെ കൃപകൾ പ്രാപിച്ചു കർത്താവേ, ആ യോസഫിനെ പോലെ വളർന്നു പന്തലിച്ച മതിലിന്മേൽ പടരുവാൻ തക്കവണ്ണം ഹല്ലേലൂയ കർത്താവേ, വചനം കേട്ട ഓരോരുത്തരെയും അങ്ങയുടെ പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മോഷൻ്റെ പാപിമാടി ഇനി അങ്ങയുടെ തിരുസന്നിധി താഴ്ത്തി സമർപ്പിക്കുന്നു. നീ നൽകിയ എല്ലാ കൃപകൾക്കായിട്ടും നന്ദിയോടെ സ്തോത്രം. അടിയൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവമേ അടിയനെയും അവിടുന്ന് സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ.